പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ ചെണ്ടയാട് വിദ്യാർത്ഥിയെ ആക്രമിച്ച് തെരുവുനായക്കൂട്ടം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു തെരുവുനായ ആക്രമണം. തലനാരിഴയ്ക്കാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥി ആയിഷ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ വിവരങ്ങളുമാണ്. നിഖിലെ, കാലങ്ങളായി ഉന്നയിക്കുന്ന കാര്യമാണ് ഈ തെരുവുനായ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേടി തോന്നുന്നു. ഒരു കുട്ടിയെ ഈ 10-ലധികം നായകളുണ്ടെന്ന് തോന്നുന്നു ആ ഓടിക്കുന്നത്. തീർച്ചയായും സേതു, ആരെയും ഭയപ്പെടുത്തുന്നതാണ് ആ ദൃശ്യങ്ങൾ. ഇന്നലെ വൈകിട്ട് കണ്ണൂർ ചെണ്ടയാടാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ വീടും സ്കൂളും വളരെ അടുത്താണ്. അപ്പോൾ സ്കൂൾ വിട്ട് കുട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. മറ്റൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിലേക്ക് കയറിയതിന് ശേഷം ഈ കുട്ടി തനിച്ചാണ് സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്നത്. ആ സമയത്താണ് തെരുവുനായകൾ ഈ കുട്ടിയെ ഓടിക്കുന്നത്. ഇങ്ങനെ കുട്ടിയെ ഒരു കൂട്ടം തെരുവുനായകൾ ഓടിക്കുന്നതിനിടെ സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് തെരുവുനായകൾ കൂടി ഈ കുട്ടിക്ക് പിന്നാലെ ഓടി വരികയാണ്. ആകെ 10ഓളം തെരുവുനായകളാണ് ഈ കുട്ടിയുടെ പിന്നാലെ ഓടിയെത്തിയത്. കുട്ടിയെ ഈ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആക്രമിക്കുന്നതിനിടയിൽ കുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ ഈ തെരുവുനായകൾ കടിച്ചു കീറി. ഭാഗ്യം കൊണ്ട് മാത്രം കുട്ടിക്ക് പരിക്കേറ്റില്ല എന്നുള്ളത് മാത്രമാണ് അക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഈ കുട്ടിയുടെ നിലവിളിയും ഈ തെരുവുനായകളുടെ ശബ്ദവുമെല്ലാം കേട്ട് കുട്ടിയുടെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ നായ്ക്കളെ ഓടിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രം കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വളരെ പേടിപ്പിക്കുന്ന ദൃശ്യമാണ്. ഏതായാലും 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്നലെ ഈ ഒരു തെരുവുനായ കൂട്ടത്തിന്റെ അക്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ടുള്ള രക്ഷപ്പെടലെന്ന് മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയാനും കഴിയൂ. തീർച്ചയായും നിഖിലെ, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. എന്ത് ചെയ്യും, ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയെ ഓടിക്കുന്നത് 10-ലധികം നായകൾ. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.